ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്സ്. എന്തോ ഗൗതം ഞാനും കന്യാകുമാരി വന്നിരിക്കണം. ഗൈസ്, അങ്ങനെ കന്യാകുമാരി ഇവിടെയാണ് മുക്കടൽ സംഗമിക്കുന്ന സ്ഥലം. ഒറ്റ മനുഷ്യരില്ല. ഗൗതമൊക്കെ തള്ളി കയറി വന്ന ദിവസങ്ങളുണ്ടെന്ന് ഇല്ലേ ഗൗതം? എത്ര പ്രാവശ്യം ഞാൻ പണ്ട് കാളത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പയ്യന്മാരൊക്കെ ഇടക്കിടക്ക് വരാറുണ്ട് ഇവിടെ. ഇപ്പം 2 ദിവസം മുമ്പല്ലേ ലീവ് കഴിഞ്ഞ ദീപാവലിന്റെ, എല്ലാം കഴിഞ്ഞ് നാട്ടിൽ പോയതും. അല്ലെങ്കിൽ ഫുള്ള് ഹിന്ദിക്കാരന്മാരെ ശല്യമായിരിക്കും ഇവിടെ. ഫ്രീ ആയിട്ട് ഇവിടെ ഫുട്ബോൾ കളിക്കാൻ ഇടമുണ്ടാ. തിരുവള്ളൂർ ബ്രോ ഒക്കെ നിൽക്കും. ബ്രോ ഹായ് കാണിക്കണേ. ഇവിടെയാണ് അതോ അവിടെയാണ് മുക്കടൽ സംഗമിക്കുന്ന സ്ഥലം. ഏതൊക്കെ കടൽ കയറാ അടുത്ത ബംഗാൾ അതായിരിക്കും. പിന്നെ അടുത്ത അവിടെ ഇരിക്കണ എങ്ങനെ ഇവിടെ സംഗമിക്കുക അത് പറ. അത് കണ്ടറിഞ്ഞൂടെ ആ സ്ഥലം ഇങ്ങോട്ട് നോക്കിട്ട്. ഇനി അടുത്ത അങ്ങനെ ഇതോ തിരുവള്ളുവർ സ്റ്റാച്ചു ഒക്കെ ഇരിക്കണം അവിടെ. അതോ അവിടെ ഒരു കൊടി കാണണം. അവിടെയാണ് 3 കടലിൽ ചേർന്ന സ്ഥലം. അതാണ് കൊടി വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആറൽവായ് മൊഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, വിൻഡ് മില്ലൊക്കെ ഉള്ള. അതാ അവിടെ സൂം ചെയ്ത് കാണിച്ചാൽ കാണാം. അതാ കാണുന്നു. എവിടെ? നേരെ നോക്ക്. നേരെ എനിക്ക് കാണുന്ന ഫോണൊന്നും കാണുന്നില്ല. അതാ നോക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും. അതാ വെള്ള കളറില് നോക്കടാ. സത്യത്തിൽ കാണുന്നു. ഇങ്ങോട്ട് നിന്നോ. കൊറേ എണ്ണം കാണണ്ട. അങ്ങ് നോക്കടാ. വിൻഡ് മില്ല അങ്ങറ്റത്ത്. എനിക്ക് വിൻഡ് മില്ല് ഒന്നും കാണില്ല. എനിക്കിവിടെ വിൻഡ് മില്ല് കാണണ്ട. അങ്ങ് അറ്റം നോക്ക. അവിടെ നോക്ക്. നിരന്ന് അങ്ങ് നോക്ക്. കറങ്ങണത് കാണില്ല. ഇല്ല. അങ്ങനെ നമ്മള് ബോട്ടിൽ കയറാം. ബോട്ട് അത് അവിടെ നിക്കണം. ഗൗതം ജാക്സ്പാരോ എവിടെ പോയാലും വന്ന് എന്നെ ചേട്ടാന്ന് വിളിച്ച് മലയാളത്തിൽ സംസാരിക്കണം. എന്തിനാന്ന് കൊടക്കാതെ പോയപ്പോയിക്കണം. ഇവിടെ വന്നോണ്ടിരിക്കണം എല്ലായിടത്തും. നിന്നെ കാണുമ്പോ ഒരു മലയാളി ടച്ച് ഉണ്ട് എന്നെ. പക്ഷെ അന്ന് കൊടക്കാതെ പോയപ്പോ മാത്രമേ ആൾക്കാർ മലയാളിയായിട്ട് പറഞ്ഞത്. അത് നമ്മളെല്ലാരും ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു, കണ്ണ ഉണ്ടായിരുന്നു, ഗോകുലുണ്ടായിരുന്നു, ശിവ ഉണ്ടായിരുന്നു. അതുവരെയ്ക്കും എല്ലാരും കന്നഡക്കാരനെ പറയത്തുള്ളൂ. ഇതാണ് കോവിലിന്റെ ഫ്രണ്ട് എൻട്രൻസ്. ഇപ്പൊ പൂട്ടി കിടക്കണം. അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല. പക്ഷെ നേരത്തെ ഒരു കന്നഡ ലുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാരും പറയാറുണ്ട് കന്നഡ ലുക്ക്. പ്രൗഡ് മൂവ്മെന്റ്. നിന്നെ കാണാൻ ഒരു കന്നഡ ലുക്ക് എന്ന് പറഞ്ഞാൽ അവരെ കണ്ണടിക്കായിട്ട് നിന്നെ ഏറ്റെടുക്കുമ്പോ അപ്പൊ നിനക്കിപ്പോ ഒരു പ്രൗഡ് മൂവ്മെന്റ് കിട്ടിയില്ല. പിന്നല്ല, ഞാൻ ഇനി ഫുൾ കേരളത്തിൽ തന്നെ. ഇപ്പൊ ഫുൾ മലയാളം പാട്ട് ഇപ്പം ആദ്യമായിട്ട് തിരക്കില്ല. ഇന്നാള് ഞാൻ ആഷിക്കൊക്കെ വന്നപ്പോ പോലും നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ആൾക്കാരില്ല ഇവിടെ. ഫ്രീ ആയിട്ട് ഇങ്ങനെ ഈ തിരക്ക് കാണാൻ ഇതിന്റെ അകത്ത് കേറാറില്ല. അവിടെ കൂടെ വന്ന് അവിടെ കൂടെ പോകാൻ. ഇപ്പൊ അകത്ത് കേറി ഒരു തിരക്കില്ല. ജാളിയാ നടത്തുക. ഹായായിട്ട് നടക്കുക. നമ്മളിപ്പം പൂമ്പുകാർ ഫിഷിംഗ് അല്ലല്ല, പൂമ്പുകാർ ബോട്ട് സർവീസ്. നമ്മളെ ബോട്ടിൽ കയറി അതല്ലേ പറഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞ. ഇവിടെ ജിപേ ഒക്കെ ഉണ്ട് കൈസ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ജിപേ യൂസ് ചെയ്യാം. നമ്മള് ബോട്ടിലെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരാം ഗൈസ്. ഇത് ഓൺലൈനായിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കന്യാകുമാരി ടൂറിസം കണ്ടടിച്ചിട്ട് ശരി മണിക്ക് വന്ന് എത്തും എന്നുള്ള കാര്യം ഉറപ്പല്ലാത്തതുകൊണ്ട് അത് എടുത്തില്ല. ഇന്ത്യയിൽ നിന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് ക്യൂ നിൽക്കണ്ട. നേരെ അവിടെ ശരി ഗൈസ്, നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപ. ഒരാൾക്ക് 100 രൂപ ഗൈസ്. പക്ഷെ ഇവിടൊക്കെ ഇങ്ങനെ തിരക്കില്ലാതാവോ സ്വർഗം. ഇതൊക്കെ മെമ്മറീസ്. അയ്യോ അതില്ല നോക്കി. ഇവിടെയൊക്കെ മണിക്കൂർ കണക്കിന് നമ്മൾ ഞാൻ ആശയം പോയ പൈസ വന്നപ്പോ ഇവിടെ തന്നെ എത്ര മണിക്കൂർ നിന്ന് ഇവിടെ നമ്മൾ ഈ ചുമരി നോക്കി കഴിഞ്ഞാൽ ഇഷ്ടത്തിന് ആളുകളെയും പെമ്പിളരെയും പേരിങ്ങനെ നിരത്തി എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ RCB ഫാൻസ് ഇഷ്ടത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിറയെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് തിരക്കില്ലാതെ പോണതിൻ്റെ എക്സൈറ്റ്മെന്റ് നമ്മൾ ആ ബോട്ടിന്റെ അടുത്ത് എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളെ കപ്പലൊന്ന് എല്ലാരും ബോട്ട് അടുത്ത റൗണ്ട് പോവാന്ന്
സൈഡ് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത റൗണ്ട് പോകാതെ അതാണ് അടുത്ത റൗണ്ട് പോയാൽ സൈഡ് കിട്ടുമല്ലോ. അവരുടെ സൈഡ് സീറ്റിന് വേണ്ടി അടുത്ത റൗണ്ട് ഇതിന്റെ ഇടയിൽ കയറണ്ടേ? ആക്ച്വലി ഇപ്പൊ പിന്നെ അവിടെ കിട്ടിയിരിക്കുമ്പോ ദൂരം കുറഞ്ഞത് പോലെ ഫൈനലി എത്തി. അതോ നമ്മളെ ബ്രോ സൈഡിൽ നിൽക്കണം. നമ്മളെ ബ്രോ ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് തരാം ഗൈസ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അകത്ത് വന്ന് ഇതോ ഇതാണ് വിവേകാനന്ദ റോക്ക്. 30 രൂപ ഇവിടെയും ടിക്കറ്റ്. അവിടെ 100 രൂപ, ഇവിടെ 30. ഇനി ഇവിടെ ചെരുപ്പ് ഊരിയിടണം. അയ്യോ, ഇപ്പം പാലം വന്ന പിന്നീട് ഭയങ്കര റൂൾസ്. ചെരുപ്പ് ഊരിടണം, അത് ഇത്. മഴ തൂറ്റി കണ്ടില്ലേ ഇരിക്കണേ. മഴ കുറച്ചാ നമ്മള് കുടമുണ്ട്, നമ്മള് എസ്കേപ്പ് ആവും. ആയാലും മഴ ആയതുകൊണ്ട് വെയിലില്ലാത്തോണ്ട് രക്ഷപ്പെട്ടില്ലേ. നല്ല ക്ലൈമറ്റ്, കടലിന്റെ നടുക്ക് നിൽക്കാൻ പറ്റിയ ക്ലൈമറ്റ്. ആലോചിച്ച് നോക്ക്, ഇപ്പൊ സുനാമി അടിക്കണം. ഇപ്പൊ വെള്ളം ഇങ്ങനെ പൊങ്ങി വന്ന ആലോചിച്ച്. എനിക്ക് നീന്താറുണ്ട്. അങ്ങോട്ട് അങ്ങനെ പോ. മഴ നീ പറഞ്ഞ പോലെ ഉറക്കണ് കേട്ടാ. വൈബ്. റോളക്സ് പറഞ്ഞ കപ്പല് കേട്ടോ. അയ്യോ, പാട്ട് പാടി പോയി റോളക്സ്. പ്രൊഫഷണൽ കപ്പൽ കൂട്ടം കൂടാൻ തുടങ്ങിയ ഒന്ന് പോയപ്പോ അടുത്ത കപ്പൽ. തുടങ്ങിട്ട് ആദ്യം മറ്റേ കയറാൻ വച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഇത് കൂട്ടാൻ കാരണം, ഈ തിരക്ക് കാരണം ഇവിടെ കയറാറ്. ഞാൻ സെക്കൻഡ് ടൈം. ഞാൻ എന്നാളെ ആശിക്കുന്ന ഇവിടെ വന്നപ്പം കയറി. സൂപ്പറാ. പക്ഷെ ഗ്ലാസ്സിൽ ഇരുന്നൂടെ, ഗ്ലാസ്സിൽ തൊട്ടുകൂടെ നിറയെ റൂൾസ് ഉണ്ട്. അതായിരിക്കണം റൂൾസ്. ആ റൂൾസ് ഒക്കെ വായിരിക്കും. ആ റൂൾസ് വായിക്കുമ്പോൾ മൊത്തത്തിൽ ഇവിടെ വരരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. സൈഡിൽ കൂടെ പോണം. നടുക്ക് ഉള്ള കണ്ണാടി പാലം വീഡിയോ എടുത്തിട്ട് പോകണം. കണ്ണാടി പാലത്തിൽ ഇപ്പം കണ്ണാടി പാലത്തിൽ നമ്മളെ കാലച്ച ചാറുക്കി അടിച്ചു പോയി. കണ്ണാടി പാലം ഇവിടെ ഇന്നാള് ഒന്ന് പൊട്ടിയിരുന്നു. ഒന്ന് ക്രാക്ക് വീഴുന്നതാ. ഇവിടെ എവിടെയാണെന്ന് മൂടി വെച്ചിരുന്നത്. പക്ഷെ അന്ന് വന്നപ്പോൾ അതേ സ്റ്റാച്യു ഫിഷർമെൻസിന് വേണ്ടി വെച്ചിരിക്കണത്. ഇത് തിരുവള്ളുവർ. പിന്നെ കണ്ണാടി ഗ്ലാസ് ഒന്ന് മഴയായിട്ടൊന്നും കാണില്ല, ക്ലിയർ ഇല്ല, ഫോഗി ഇതായിട്ടിരിക്കുന്നത്. ചറുകണുണ്ട് അവിടെ ചറുക്കും. നോക്കിയാ മതി. Don't sit in the glass. ഗ്ലാസ്സിൽ കൂടെ നേരത്തെയും വീഡിയോയിൽ കിട്ടി. ആ പെണ്ണ് നിന്നെ ഒരുമാതിരി നോക്കണ്ടോ. എന്റെ മാത്രം ഇവിടെ കിട്ടും. നമ്മളൊക്കെ കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ നോക്കണ കേട്ടോ. ജയന്റ് അത്ര 133 അടിയുണ്ട് തിരുവള്ളുവർ. മൊത്തത്തിൽ എന്താടാ നോക്കണേ. കണ്ണാടി വെക്കാനാണ് പ്ലാൻ ആയിരുന്നത്. പക്ഷെ എവിടെ ഒരിടത്ത് ഇതേപോലെ ഫുൾ വെച്ചപ്പം നിറയെ പേര് ബാഡ്സ് അകത്ത് കയറൂല, ഇപ്പുറത്ത് വരാറില്ല. അതുകൊണ്ടാണ് നടുക്ക് മാത്രമാക്കിയിട്ട്. തിരുവള്ളുവർ മൊത്തത്തിൽ 133 അടിയുണ്ട് ഗൈസ്. അതൊന്ന് ലൈക്ക് തിരുക്കുറലില് 133 അധികാരമാണ്. 133 അധികാരമല്ലേ? അധികാരമുണ്ട് ഗൈസ്.
1330 പാട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ മീനാച്ചിരുന്ന് പഠിപ്പിച്ചു. നമ്മളെ വെള്ള നമ്മളെ തമിഴ് മിസ്സിന്റെ പേരാണ് മീനാക്ഷി മിസ്. അങ്ങനെ ഇത് 3 അധികാരം എന്തുകൊണ്ട് അറം പൊരുൾ ഇൻപം അങ്ങനെയൊക്കെ. ഇതാണ് ഇവിടത്തെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ. ഫുള്ള് ഗൗതത്തിന്റെ ബാക്ക് ഷോട്ട്. എടാ അങ്ങനെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എടാ ഞാൻ അത് എടുത്തപ്പോ നീ ബാക്കി വന്ന ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നീ എന്റെ ബാക്കി വരണതാ. നമ്മളകത്ത് കയറിയിട്ട് കാണാം. അകത്ത് നമ്മുടെ തിരുവള്ളുവറിന്റെ സ്റ്റാച്യുവിന്റെ അടിയിലുണ്ട്. ഇത് ഫുള്ള് കല്ല് വെച്ച് ഇങ്ങനെ കല്ല്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ മറ്റേ ആണി വെച്ച്, ആണിയല്ലല്ലോ എൻ്റെ പേര്, ആണി പോലത്തെ സാധനമൊക്കെ വെച്ച് കെട്ടിയതാണ്. ഇത് ഫുള്ള് കല്ല്. ഫ്രണ്ട് പോവാ നോക്കണം. വെന്റിലേഷന് ഓട്ടോ കെട്ടി വെച്ച് കാറ്റ് കിട്ടാ ചത്തു പോകുക. മോള് കയറിയിട്ട് കാണാം. മിക്കവാറും കൊടയൊക്കെ പിടിച്ചെടുത്തിക്കണ ഞാനും കൂടെ പോകുന്നു. ഇവര് തിരുക്കുറയുള്ള അത് ഒഴുക്കം വിഴുപ്പം തരലാൻ ഒഴുക്കം മുഴുവനും. അതിന്റെ അർത്ഥം അതൊന്നും എനിക്ക് ഒന്നും പോലെ അറിയില്ല. എന്റെ ആദ്യത്തെ തിരുക്കുറൾ സ്റ്റാർട്ടിങ് പറഞ്ഞതോ ഞാൻ പറയും. എന്താന്ന് ആദ്യമൊക്കെ അങ്ങനെ ആദ്യത്തെ ഒരു സാധനം ഉണ്ട്, അത് പറഞ്ഞത്. ഈ വ്യൂ കേട്ടില്ല. ഇവിടെ ഒരു സിനിമ എടുത്തിട്ടുണ്ട്, അറിയോ? കടൽ എന്ന് പറഞ്ഞിട്ട് മണിരത്നത്തിന്റെ സിനിമ. ഇവിടെ സുനാമി പറഞ്ഞാണ്. ആർക്കും ബാക്കിയുള്ള ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ തമ്മനയിലൊക്കെ എടുത്തിട്ട് മാസ് ബീജിയൊക്കെ ആയിട്ട് നിൽക്കണ. ബ്രോന്റെ കൈ മാത്രം തന്നെ കാണണം. തിരുക്കുറൾ കൈ വെച്ചോണ്ടിരിക്കണം. അതിന് സ്നാപ്പ് ഇടണ ഗൗതം. സ്നാപ്പ് അഡിക്റ്റ് ആണ് ഗൈസ് ഗൗതം. ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ട് നിർത്തി. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചവിട്ടിയതല്ല. അതൊക്കെ ഗ്യാപ്പ് വഴി പോയിരുന്നെങ്കിൽ എന്താവും? ഭയങ്കര മഴയൊക്കെ പെയ്യണം. നമ്മള് മഴ കഴിഞ്ഞിട്ട് തിരിച്ചു തരണതായിരിക്കും. ഇതാണ് ആ 3 കടലും ചേർന്ന സ്ഥലം. ഇതോ ഈ പാർക്ക്. ഇവിടെയാണ് 3 കടല്. അതോ ഗാന്ധി മണ്ഡപം, വിവേകാനന്ദർ മെമ്മോറിയൽ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എല്ലാ തമിഴ് പറഞ്ഞതിന്റെ സാധനങ്ങൾ ഇംഗ്ലീഷിൽ ഇതായിരിക്കുന്നുണ്ട്. എല്ലാവരും വായിച്ച് മനസ്സിലാക്കി. എല്ലാം തിരുക്കുറൾ ഇൻ ഇംഗ്ലീഷ്. ഇത് എത്രയോ ലാംഗ്വേജ്, 40 എത്രയോ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് തിരുക്കുറൾ. ആ ട്രാൻസ്ലേഷനാണ് ഇത്. പക്ഷെ സീനല്ലേ, 2 ലൈന്. ആദ്യത്തെ ലൈനിൽ 4 വാക്ക്, രണ്ടാമത്തെ ലൈന് 3 വാക്ക്. പക്ഷെ ഇങ്ങനെയാണ് തിരുക്കുറൾ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ അതിൻ്റെ അകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ട. ഇപ്പൊ നമ്മള് എന്തൊക്കെ ഫോളോ ചെയ്യാത്തതോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദർ റോക്ക്, അവിടെയാണ് വിവേകാനന്ദർ. ഡിസംബർ 25, 26, 27 അങ്ങനെ എന്തോ 3 ദിവസങ്ങളിൽ ഇത് തപസ്സിരുന്നത് ആ സ്ഥലത്ത്. കറക്റ്റ് അകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാവുന്ന പെർമിഷൻ ഇല്ല. ഇത് ഇവിടുത്തെ ഭഗവതി കോല് നേരെ ഓപ്പോസിറ്റ്. ഞാൻ പറഞ്ഞില്ലേ അതോ കറുപ്പ് കളറാ? അതോ കറുപ്പ് മോദിജിയൊക്കെ വന്നിരുന്നു ഇവിടെ. അതോ കറുപ്പ് കളർ ആന കാണില്ലേ? ഞാൻ പറഞ്ഞ ഫോട്ടോ അവിടെ വെച്ച് എടുത്തത്. ഇങ്ങനെ നിൽക്കി കണ്ണാടി കിട്ടും. പക്ഷെ ആ പെൻഡ്രൈവ് ഒക്കെ കളഞ്ഞ് ഗൈസ്. ഇതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല. നമ്മൾ കണ്ടിട്ട് തരാം ഗൈസ്. ഇല്ലേ ഗൗതമേ? ഈ ലൈന് താണ്ടിയാണ് നമ്മളിനി ആ ബോട്ടിൽ കയറേണ്ടത്. നല്ല കാറ്റും മഴയും ഒക്കെ അടിച്ചോണ്ടിരിക്കുന്നത്. എന്താ കാറ്റടിച്ച് നമ്മള് അടിച്ചോണ്ട് പോവോ? അയ്യോ. ഇനി നമ്മള് അപ്പുറത്ത് കരയിൽ എത്തിയിട്ട് കാണാം. ഫുള്ള് മഴയും കാറ്റും ആയിരിക്കണം. നോക്കട്ടെ ഗൈസ്. അപ്പുറത്തെത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോ വരും, അല്ലെങ്കിൽ വരിക. ബോട്ടാണ്, ടൗൺ ബസ്സാണ് റോഡാ, ഫുൾ പാക്ഡ്. പക്ഷെ നമ്മൾ അടുത്ത കപ്പലിൽ സൈഡ് സീറ്റ് പിടിക്കാൻ വേണ്ടി നമ്മൾ കയറിയില്ല.
മഴയത്ത് നനന് കോവുന്നതായിരിക്കും എല്ലാ കൂടെ ജനാസ ഇടങ്ങാണ്ട് നമ്മൾ ഇവിടെ തന്നെ ഒരു മഴയത്തെ ഒരു ബോട്ടിംഗ് എക്സ്പീരിയൻസ്. ഒരു കണ്ണാടി പോലും ഇല്ല കടക്കാൻ. അയ്യോ ഗൈസ്, തൊട്ടടുത്ത കടല് ചാടി നോക്കണ ഗൗതത്തിന് നീന്തണം. നീന്തി നോക്കണം ഗൗതമേ. എടാ നിന്റെ സുഖാതിത്ര. ഗുഡ് നൈറ്റ്. ഗൗതത്തിന് ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നല്ല ബജ്ജി ഇടണം. ബജ്ജി അവിടെ ഉണ്ടോ? വേറെ അവിടെ ഉണ്ട്, അത് അറ്റ നോക്ക്. ബജ്ജിയൊക്കെ കഴിച്ചിട്ട് അവിടെ വീട്ടിൽ പോകണം. ഭയങ്കര മഴ. മുളക് ബജ്ജിയ ഇവിടെ ഭയങ്കര മഴ ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം. ബൈ പറ. ബൈ.